വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ പണ്ഡിതന്മാരെ, സദസ്സിലുള്ള ആലിമീങ്ങളെ, എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. നല്ലൊരു ദീനിന്റെ സദസ്സാണിത്. പാവം എൻ്റെ ഉപ്പയെപ്പോലുള്ള ആളുകളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. അവരിങ്ങനെ വിചാരിക്കും, ഏതാണ് ഈ മനുഷ്യന് പടച്ചോനെ തലമറക്കാത്ത ഒരു പാൻറ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ഒരു ചെങ്ങായി, ഏതാണ് പടച്ചോനെ ഇത്? ഇയാൾ ഏത് ബയലായിരിക്കും പറയാം. എൻ്റെ സഹോദരൻ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇവിടെ ആളെ പേര് പറയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ. അപ്പൊ പറഞ്ഞു ഉസ്താദ് വരുന്നുണ്ട് പറഞ്ഞു. ഞാൻ ചെന്നാണ്ട് ഇറങ്ങിയേക്കാൻ എന്നോട് വെച്ച് എവിടെയാണ്? ഭാഗ്യത്തിന് നമ്മുടെ ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ഉസ്താദ് അങ്ങോട്ട് വന്നതുകൊണ്ട് എനിക്ക് കുറച്ചൊരു സമാധാനമായി. ഒരു ഉസ്താദ് വന്നല്ലോ ആ വീട്ടില്. ഇവരെന്താ പ്രതീക്ഷിച്ചത് എനിക്കറിയില്ല. ഏതായാലും എന്റെ മുന്നിലിരിക്കുന്ന ഈ രക്ഷിതാക്കൾക്ക് ഒരല്പ കുടുംബത്തെ പറ്റി പറഞ്ഞു തരാൻ ഞാൻ വന്നിട്ടുള്ളത്. അത് പറയാൻ ഞാൻ ആരാ എന്ന് ചില രക്ഷിതാക്കളുടെ മനസ്സിലുണ്ടാകും. ഞാനൊരു വാപ്പയാണ്, എനിക്ക് 3 മക്കളുണ്ട്. അതിലേറെ മക്കളുള്ള, അതിലേറെ പ്രായമുള്ള, പരിചയ സമ്പത്തുള്ള ആലിമീങ്ങളും ഉസ്താദുമാരും പണ്ഡിതന്മാരുമുള്ള സദസ്സാണ് ഇത് എന്ന് എനിക്കറിയാം. അവിടെ ഈ എളിയവന്റെ പ്രഭാഷണം എന്തിന് എന്ന് നിങ്ങളൊക്കെ ഇന്ന് ഒരല്പമെങ്കിലും സംശയിച്ചിട്ടുണ്ടാകും. 17 വർഷമായി കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും കച്ചവടം ചെയ്യുന്ന, ബിസിനസ് ചെയ്യുന്ന, മൊബൈൽ ഫോൺ വിൽപ്പന, റിപ്പയറിങ്ങും, അത് കച്ചവടം, അതിനെ പഠിപ്പിക്കലും, അതിൽ തൊഴിൽ കൊടുക്കണ ഒരു ജോലിയാണ് എനിക്ക്, ഒരു ബിസിനസ്സാണ് എനിക്ക്. ആ 17 കൊല്ലത്തിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലുണ്ടായ അപകടങ്ങളെക്കുറിച്ചും അതിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും വീടുകളിലും പെൺകുട്ടികളും ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ അനിയന്മാരും പെങ്ങന്മാരും ഈ സാധനം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിച്ച് ദീനിന് പറ്റാത്ത, ഇസ്ലാമിന് അനുവദിക്കാൻ പറ്റാത്ത ഹറാമായ, അതിലപ്പുറം അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് കണ്ടപ്പോ എനിക്ക് ചെറിയൊരു തോന്നൽ, ഇതെന്താ ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ? ഇത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെയാണ് ഞാൻ കാര്യമായി ഇതിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ഓഡിയൻസ്, എന്റെ മുന്നിലിരിക്കുന്ന ഉമ്മമാരെ പ്രത്യേകിച്ച്. ഇതിന്റെ പേര് ഇട്ടത് എന്തോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ആളുകളൊക്കെ കുറെ വൈകിട്ടൊക്കെ വന്നത്. വിഷ്വൽ മീഡിയ ദുരന്തമോ? ഇത് വിഷ്വൽ മീഡിയം പാവം നാടൻ ആൾക്കാർക്ക്, എന്റെ വല്യപ്പ ഉപ്പമാരാൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. ദുരന്തം, അതിലെന്ത് ദുരന്തം? അതിന് സാധനം മനസ്സിലായില്ല, ദുരന്തം മനസ്സിലാവും, അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ ഞാനിട്ട പേര് ഇതേ കണ്ടോ, പച്ച മലയാളത്തിൽ, ഈ ലോകവും ഈ കുടുംബവും. ഇതാണിപ്പോ ഞാനിട്ട പേര്. അതൊരു പക്ഷേ കുറച്ചാൾക്കാർക്ക് മനസ്സിലായി. ഇഹലോകമല്ല, ഇത് പരലോകമല്ല, മൂന്നാമത്തെ ഒരു ലോകമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇഹലോകത്തെപ്പറ്റിയും പരലോകത്തെപ്പറ്റിയും എത്രയോ പണ്ഡിതന്മാര് പ്രഭാഷണങ്ങൾ നടത്തി, അല്ലേ? എന്നാ ഇത് അത് രണ്ടും അല്ലാത്തൊരു ലോകം, മൂന്നാം ഒരു ലോകം. ആ ലോകത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. അഥവാ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ലോകമല്ല, അപ്പൊ 4ാമത്തെ ലോകം. പിന്നെ ആലമുൽ അർവാഹ്, അത് വേറൊരു ലോകം, അതുമല്ല. ഇതൊന്നും അല്ലാത്തൊരു ലോകം, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തൊരു ലോകം. അതിനെപ്പറ്റിയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ സംസാരിക്കുന്നത്. ഈ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എന്നാണ് കേട്ടോ. അപ്പൊ ഈ ലോകം ഇലക്ട്രോണിക്സ് ലോകം, ഈ കുടുംബം ഇലക്ട്രോണിക്സ് കുടുംബം, അതാണ് ആ വിഷയത്തിന്റെ പേര്. ഇനി നമുക്കത് വിശദമായി പറയുമ്പോൾ എന്തിനീ ക്ലാസ് എന്നൊന്ന് പറയട്ടെ. ഒരു പത്രത്തിലെ കട്ടിങ്ങാണ്, അല്ലെങ്കിൽ വായിക്കണ്ടട്ടെ, ഞാൻ പറഞ്ഞുതരും. ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പകർത്തിയ പത്രക്കട്ടിങ്, അതിലെന്താണ്? 14 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി, ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, മക്കളെ കിടത്തി ഉറക്കി, കാമുകനുമായി ഭാര്യ ഒളിച്ചോടി, മകളെ പീഡിപ്പിച്ചു, മകൾ അങ്ങണ്ടാക്കി ഇങ്ങണ്ടാക്കി. ഇനി പറയുന്നില്ല, അതേ അടുത്ത പേജ് വരുന്നുണ്ട്. ഇതാ വീണ്ടും അത് തന്നെ. 16കാരിയെ തട്ടിക്കൊണ്ടുപോയി, 13കാരിയെ തട്ടിക്കൊണ്ടുപോയി, 17കാരിയെ തട്ടിക്കൊണ്ടുപോയി. പെൺകുട്ടി. എന്റെ ക്ലാസ് യാ അയ്യുഹന്നാസിനാണ് കേട്ടോ. സംഘടനക്കല്ല, മുസ്ലിമിനല്ല, ഹിന്ദുവിനല്ല, മനുഷ്യർക്കാണ് ഞാൻ ഈ ക്ലാസ് പറഞ്ഞു തരണേ. അപ്പൊ നമ്മളെ പരിസരത്തുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഉള്ളതാണ് എന്റെ ക്ലാസ്. ഖുർആൻ ഇറക്കിയത് അങ്ങനെ തന്നെയാണല്ലോ, മുസ്ലിങ്ങൾക്കല്ലല്ലോ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. ആരോ തെറ്റിദ്ധരിച്ചതാണ് മുസ്ലിങ്ങൾക്കാണ് ഈ ഖുർആൻ എന്നൊന്നും അല്ല. പറയട്ടെ, അമുഖമായി പറഞ്ഞതേ ഉള്ളൂ.
അപ്പൊ മനുഷ്യർക്കാണ് ഈ ക്ലാസ്. ഇതേ വീണ്ടും പറയുന്ന അർത്ഥ പത്ര കട്ടിങ് വന്നു, 18-കാരിയെ ബലാത്സംഗം ചെയ്തു, 13-കാരിയെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ നമ്മുടെ പെങ്ങന്മാരാണ് കേട്ടോ, അങ്ങനെ ഓർത്താൽ മതി. നമ്മുടെ പെങ്ങന്മാർ, അധികവും പെൺകുട്ടികളുടെ കേസാണ്. ഇതേ അടുത്ത കഴിഞ്ഞും വരുന്നു, അടുത്ത പേജ്. ഉമ്മയെ കുത്തിക്കൊന്ന്, വാപ്പയെ കുത്തിക്കൊന്നു, ഏട്ടനെ കുത്തിക്കൊന്ന്, അങ്ങനെയാണ്ട് വന്നിട്ട് പത്രത്തിൽ വന്നതാണ്. നിങ്ങളും ഞാനൊക്കെ വായിച്ചു മറന്നതാണ്. 14-കാരി വീണ്ടും വിളിച്ചോടി സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെ വരരുത്. അടുത്തതുണ്ട്, വീണ്ടും ഉണ്ട്. ഏകദേശം അവസാനിപ്പിക്കട്ടെ, കുറേ ഉണ്ട് കേട്ടോ. എന്തായാലും എത്ര ഉണ്ടാവും ഇപ്പൊ അളക്കം നമുക്ക്. ഇതേ വീണ്ടും വരികയാണ്, ഓരോ പേജുകൾ ഞാൻ മറക്കുകയാണ്, അതിന്റെ സീരിയസ്നെസ്. അവസാനം അവിടെ കട്ടെ. ഈ കണക്കിന്ന് ഇപ്പൊ നിങ്ങൾ ഈ കണ്ട പത്രത്തിന്റെ കണക്കുകൾ കഴിഞ്ഞ വർഷം 2014 ഡിസംബർ വരെയുള്ള 11 മാസത്തെ കണക്കാണ് കേട്ടോ ഇതുവരെ വന്നത്. അതെല്ലാം കൂടി എടുത്ത് സംഘടിപ്പിച്ച് നോക്കിയപ്പോ ഞെട്ടിക്കുന്ന ഒരു കണക്ക് പുറത്തേക്ക് വന്നു. കണ്ടോളൂ ആ കണക്ക് എന്താണ്. കേരളത്തിൽ മാത്രം 11 മാസത്തിന്റെ ഉള്ളിൽ 664 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ ഒളിച്ചോടി. ഒരാളും തട്ടിക്കൊണ്ടുപോയിട്ടില്ല. നമ്മൾ പത്രത്തിൽ വായിക്കുന്നതൊക്കെ ശുദ്ധ നുണയാണ്. ഒരു പെൺകുട്ടിയെയും ഇവിടെ തട്ടിക്കൊണ്ടു പോയിട്ടില്ല. പെൺകുട്ടി ഇറങ്ങിപ്പോയതാണ്. തട്ടിക്കൊണ്ടു പോണേ ഒരു ചാക്കിലിടണം, അല്ലെങ്കിൽ കയ്യും കാലും കെട്ടിയിട്ട് വല്ല ബസിന്റെ മുകളിൽ ലോറിയിലോട്ട് കൊണ്ടുപോകണം. അങ്ങനെയാണ് തട്ടിക്കൊണ്ടുപോകല്. അല്ലെങ്കിൽ ഒരു തോക്ക് കാണിച്ചിട്ട് ചൂണ്ടിയിട്ട് പറയും ഇറങ്ങിക്കോ എന്റെ കൂടെ, ഇപ്പറയില്ല എന്നെ വെടിവെക്കും. അങ്ങനെയും സംഭവിച്ചിട്ടില്ല. ആ കണക്ക് എന്റെ അടുത്തില്ല, ഞാൻ കേട്ടിട്ടുമില്ല, ഞാൻ പഠിച്ചിട്ടുമില്ല. എന്റെ അടുത്തുള്ളത് കഴിഞ്ഞ 11 മാസം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനികളുടെയും നമ്മുടെ രക്ഷിതാക്കളുടെ എന്റെയും നിങ്ങളുടെയും മക്കളെ പെങ്ങന്മാരെ 664 പെൺകുട്ടികൾ ഒളിച്ചോടി. എവിടേക്ക്, എങ്ങനെ, എപ്പോ, എന്തിന്? നാളെ അടുത്ത വർഷം നമ്മുടെ ഈ കുടുംബത്തിലെ ആൾക്കാരുണ്ടാവും അതിന്റെ കൂട്ടത്തിൽ. ഇല്ലാതിരിക്കട്ടെ, പടച്ച റബ്ബ് കാക്കട്ടെ. 664 പെൺകുട്ടികളെ ഇതുപോലെ ഒളിച്ചോടിയപ്പം പാവം രക്ഷിതാക്കള് പോലീസിൽ പരാതി കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. എത്ര എണ്ണത്തിനെ? 601. 601 പേരെ, 63 പേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല. അവർ ആത്മഹത്യ ചെയ്തു, മരണപ്പെട്ടു. അപ്പൊ 600 ആളുകളെ തിരിച്ചു കൊണ്ടുവന്നു. മാഷാ അല്ലാഹ്, തിരിച്ചു കിട്ടിയല്ലോ രക്ഷിതാക്കൾക്ക്. എന്നാൽ അതിലെ 300 പേര് ഇന്ന് ഭ്രാന്തികളാണ്, മാനസിക നില തെറ്റിയത് നിമിഷവും ആത്മഹത്യ വക്കിലാണ്. മറ്റൊന്ന്, എങ്ങനെയാണ് അവർ പോയത്? അവര് ഒളിച്ചോടാനുള്ള സർട്ടിഫിക്കറ്റ് രക്ഷിതാക്കൾ വാങ്ങിക്കൊടുത്ത മൾട്ടിമീഡിയ ഇന്നത്തെ തോണ്ടിക്കളിക്കുന്ന പ്രേമിക്കാനുള്ള സർട്ടിഫിക്കറ്റായ മൊബൈൽ ഫോൺ വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂസ് ഇവിടെ പറഞ്ഞത്. കാമുകനുമായി പ്രേമിക്കാൻ രക്ഷിതാക്കൾ, നിസ്കാരത്തയമ്പുള്ള എന്റെ ഉപ്പയെ പോലെ നിങ്ങളെപ്പോലെ പള്ളിയിൽ 5 വക്ത് നിസ്കരിക്കുന്ന നമ്മൾ മകൾക്ക് പ്രേമിക്കാൻ കാമുകനുമായി ഒളിച്ചോടാനുള്ള എല്ലാ സൗകര്യവും വീട്ടിൽ ഒരുക്കി കൊടുത്തത് രക്ഷിതാക്കളായ ഞാനും നിങ്ങളും ഉമ്മയും എന്റെ പെങ്ങളും. അങ്ങനെ ആ കുട്ടി ഒളിച്ചോടിയത്. ആ കുട്ടിയെ കുറ്റം പറയരുത്, ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയരുത്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഒരു പ്രതിവിധി? എന്താണ്? ഏറ്റവും നന്നായി പ്രേമിക്കാൻ പറ്റിയ സാധനമാണ് മൊബൈൽ ഫോൺ. ഇനി വല്ലതും പ്രേമിക്കാനുള്ള കുട്ടികളെങ്കിലും പഠിക്കട്ടെ. ഇവിടെ അധികം കുട്ടികളാരും വരില്ലുണ്ട്. കാരണം എനിക്കറിയാം, ആ ഒരു കുട്ടികളും ഈ ക്ലാസ്സിന് ഈ പാവം നല്ല കാരണവന്മാരും പള്ളിയിലൊക്കെ പോകുന്ന നല്ല മനുഷ്യന്മാരെ ഇവിടെ വരുള്ളൂ. ഇതിന്റെ ദുരുപയോഗത്തെപ്പറ്റി പഠിക്കാൻ ആരും സദസ്സിൽ വരില്ല. കാരണം അങ്ങനെയാ ഈ ടോപ്പിക്, ഈ വിഷയം അങ്ങനെയാണ്. ലഹരിയെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം എന്ന് പറഞ്ഞ ഒരു ക്ലാസ് എടുക്കും, ഞാൻ ബോർഡ് വെക്കും. ഒക്കെ നല്ല മനുഷ്യന്മാർ 5 വക്ത് നിസ്കരിക്കണം, പഠിച്ചവനെ പേടിയുള്ള ആൾക്കാർ മുന്നിൽ വന്നിരിക്കും. അവർക്ക് എന്ത് ലഹരിയാ, അവർക്ക് എന്ത് കള്ളാണ്? വരാത്ത ആൾക്കാർക്കാണ് ക്ലാസ്. ആർക്കാ ഞാൻ ആ ക്ലാസ് കൊടുക്കണം? രണ്ടത്താണിയിൽ എന്റെ മഹലിൽ ഉസ്താദ് ജുമായിട്ട് കഴിഞ്ഞേക്ക് തന്നെ അങ്ങോട്ട് ചീത്ത പറയും. ആരെ? നേരത്തെ വന്നവരെ. നേരത്തെ വരാത്തിനാ ചീത്ത പറഞ്ഞത്. കേൾക്കുന്നതൊക്കെ നേരത്തെ വന്ന പാവം പേടിച്ച് ഇടങ്ങാറായി 2 ജ്യൂസ് 3 ജ്യൂസ് ഓതി ആകെ കൂടി കണ്ണിൽ ചോര പോലെ വെള്ളം നിറഞ്ഞിരിക്കണ അവരെ ഉസ്താദ് പിന്നെയും ചീത്ത പറയും. നിങ്ങൾ അങ്ങനത്തെവരാണ്, നിങ്ങൾ ഇങ്ങനത്തെവരാണ്, നിങ്ങൾ എന്താ അങ്ങനെ? ഈ പാവം ബാക്കിയുള്ളവരൊക്കെ പോയി, അവര് വൈകി വന്നു, നേരത്തെ പോയി വീട്ടിൽ ചോറൊന്ന് കളിക്കാണ് ടിവിന്റെ മുമ്പിൽ. അവരെയാണ് ഉസ്താദ് ഇവിടുന്ന് ചീത്തറിയണത്, കേൾക്കുന്നത് മുഴുവൻ ഈ പാവ നിസ്കാരത്തായുമ്പുള്ള നല്ല മനുഷ്യന്മാർ. എത്തപ്പത് കഥ അല്ല. ഞാൻ ആലോചിച്ച കുറെ കാര്യം കേട്ടോ, നിങ്ങൾ എത്രത്തോളം ചിന്തിച്ചെന്ന് എനിക്കറിയില്ല. എന്ന് പറഞ്ഞ പോലെ ഇങ്ങനത്തെ ക്ലാസ്സിലും വരില്ല ഈ പാവം നല്ല മനുഷ്യന്മാര്. അപ്പൊ ഈ കൂടിയിരിക്കുന്ന എന്റെ മുന്നിലുള്ള രക്ഷിതാക്കളോടല്ല ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നത്. ഇങ്ങോട്ട് വരാതെ വളരെ അകലെ നിന്ന് അല്പമെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട്, ഇല്ലെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കണം നമ്മുടെ കുഞ്ഞുമക്കളോട്. അതിനാ പറഞ്ഞു തരുന്നത്, അല്ലാതെ നിങ്ങൾക്കല്ല ഈ ക്ലാസ്. എനിക്ക് ഈ ക്ലാസ് ഒന്നും വേണ്ട. ഓക്കെ. അപ്പൊ 600 കുട്ടികളെ മാഷാ അല്ലാഹ് തിരിച്ചു കൊണ്ടുവന്നതിൽ 300 ഭ്രാന്തികളാണ് സമനില തെറ്റിയിരിക്കുക. എങ്ങനെ തെറ്റിയത്? പഠിച്ചു.
ഞാനൊരു സൈബർ സെല്ലിലും പോലീസിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയായിട്ട്, ഞാൻ പോലീസുകാരനൊന്നല്ലേ, പക്ഷെ അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അങ്ങനെ കണക്കുകൾ നമുക്ക് ഇങ്ങനെ കിട്ടും. സൈബർ സെല്ലിൽ ഇപ്പൊ നാളെ ക്ലാസ് ഉണ്ട്. ഞാനും പോലീസുമായിട്ട് നല്ല ബന്ധമാണ്. നമ്മൾ ഈ ടെക്നോളജി, ഞാൻ എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ്. എന്റെ ഈ സന്ദേശം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, പോലീസുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. വേണമല്ലോ, അങ്ങനെ കള്ളനെ കുറെ പിടിക്കാമല്ലോ, അങ്ങനെയുണ്ട്, പറഞ്ഞു വരാം. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ കണക്ക് പ്രകാരം 600-ൽ 300 പേര് സമനില തെറ്റിയത് എന്താണ്, എങ്ങനെയാണ് അവരുടെ മാനസിക നില തെറ്റി ഭ്രാന്തിയായത് ആ പെൺകുട്ടികൾ എങ്ങനെയാന്ന് പഠിച്ചപ്പോൾ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക്. ഇവർ ഒളിച്ചോടിയപ്പം അവരുടെ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കാമുകന്മാർ പല രഹസ്യ ഫോട്ടോസും നഗ്ന ഫോട്ടോസും എടുത്തിരുന്നു. ഈ ഫോട്ടോസുകളൊക്കെ കമ്പ്യൂട്ടറിലും പത്രത്തിലും അങ്ങ് പബ്ലിഷ് ചെയ്ത് പബ്ലിക്കിന്, പൊതുജനത്തിനേക്ക് അങ്ങ് കാണിച്ചു കൊടുത്തു. ഇത് കണ്ട പാവം രക്ഷിതാക്കളുടെ മാനസിക നില തെറ്റി, പെൺകുട്ടിയുടെയും മാനസിക നില തെറ്റി. അങ്ങനെ ഈ കുട്ടി പറയാണ്, ഞാൻ ഇനി മരിക്കണോ, എനിക്കിനി ഒരു ജീവിതം വേണ്ട. ഉറപ്പല്ലേ? ഇനി മരിച്ചിട്ടില്ല, ബാക്കി 300 മരിക്കാൻ പോകുന്നു. ബാക്കി 300 മരിക്കാത്തവര്, അവർക്ക് ഒരു കുടുംബം നിങ്ങൾ ശരിയാക്കി കൊടുക്കും. ഒരു ഭർത്താവിനെ നിങ്ങൾ കണ്ടത് ഏത് ആൺകുട്ടിയായിരിക്കും അവളെ കെട്ടാൻ വരിക? ആ ചീത്തപ്പേര് ആ കുടുംബത്തിൽ നിന്ന് മാഞ്ഞു പോകുമോ? ഇതൊന്നും നമ്മൾ ഓർക്കില്ല. ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടി ഓർക്കുവോ? ഓർക്കുന്നില്ല. ഇതിങ്ങനെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും, വല്ലാത്തൊരു പെൺകുട്ടി കേട്ടോ, അത് ചെയ്തല്ല അവള്, എത്ര പോരെ എന്താ ഈ പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഒരു അഭ്യർത്ഥന, നാളെ ആ കുട്ടി വലുതാകും, അവളൊരു ഉമ്മയാകും, ഒരു അമ്മയാകും, ഒരു മാതാവാകും. അവളും തന്റെ സ്വന്തം ഭർത്താവിനെ ഉറക്കിക്കിടത്തി, അല്ലെങ്കിൽ സ്വന്തം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുത്തുകൊണ്ട് ഒരു ദിവസം അവളും പോകും അടുത്ത കാമുകനെ തേടി. ഇതാ ഇന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ കണക്ക് കിട്ടി. 2013 ഓടിപ്പോയവരൊക്കെ തിരിച്ച് 2012, ഇത് ഓടാൻ തുടങ്ങി 2002 മുതൽ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2002-ലും 2003-ലൊക്കെ പെൺകുട്ടികൾ ഓടി. ഇന്നവര് പ്രായപൂർത്തിയായി. മരിക്കാതെ അവശേഷിക്കുന്നവർക്കൊക്കെ നല്ലൊരു കുടുംബമായി. ആ കുടുംബത്തിലെ ഭർത്താവിനെ കിടത്തിക്കൊണ്ട്, സ്വന്തം മക്കളെ ഉറക്കിക്കിടത്തിക്കൊണ്ട് തന്റെ കാമുകന്റെ കൂടെ പോയവരുടെ കണക്ക് കണ്ടോ? 2886 അമ്മമാര്. നേരത്തെ കണ്ടത് എത്രയാണ്? വെറും 600 ചില്ലോനം പെൺകുട്ടികളെ ഒളിച്ചോടിയിട്ടുള്ളൂ. എന്നാൽ ബുദ്ധിയും തന്റെ ഇടവുമുള്ള, ഭർത്താവുള്ള, കുട്ടികളുള്ള, പാവം വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിനോട് പറയാതെ കാമുകന്റെ കൂടെ ഒളിച്ചോടിയ അമ്മമാരുടെ, ഉമ്മമാരുടെ കണക്കാ നിങ്ങൾ ഇപ്പാ കാണുന്നത്. അതിൽ മുസ്ലിം ഏത് ക്രിസ്ത്യാനി ഏതെന്ന് ഞാൻ പറയുന്നില്ല, മനുഷ്യരുടെ കണക്കാണ് ആ കാണുന്നത്. അതിൽ എന്റെയും നിങ്ങളുടെയും കുടുംബങ്ങളും ചോരയും ഉണ്ടാകും. എങ്ങനെ ഇത് സംഭവിച്ചത്? കണക്കെടുത്തു. വീണ്ടും പോലീസിന്റെ റിപ്പോർട്ട് പ്രകാരം കണക്കെടുത്തു. കിട്ടിയ കണക്ക് എന്താണ്? ഈ 2868 അമ്മമാർക്കും തന്റെ സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നും നല്ല ഒരു പ്രേമിക്കാനുള്ള ഒരു മൾട്ടിമീഡിയ ഫോൺ അങ്ങ് കൊടുത്തു. ബെഡ്റൂമിൽ ഇരുന്നു കൊണ്ട് സ്വന്തം മോള് അല്ല, ഈ ഭാര്യ തോണ്ടാൻ തുടങ്ങി. തോണ്ടി ഭർത്താവിന് തോണ്ടി, അയൽപ്പക്കത്ത് തോണ്ടി, മുസ്തഫാക്കും അരവിന്ദനും ജോസഫിനും ഒക്കെ തോണ്ടി. അങ്ങനെ തോണ്ടി ഇവരങ്ങനെ രക്ഷപ്പെട്ടു. ആ ഭർത്താക്കന്മാരെ, ആ ഭാര്യമാരെ തിരിച്ചു കൊണ്ടുവരാൻ ഒരു രക്ഷിതാവും ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല. ഒരു ഭർത്താവും ഇതുവരെ എന്റെ ഭാര്യയെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ടില്ല. 2860 ഇപ്പോഴും അനാഥ പ്രേതം പോലെ അങ്ങ് റെഡ് സ്ട്രീറ്റിലെ ചുവന്ന തെരുവിൽ ബോംബെയിൽ 1000-ഓളം ആളുകളുണ്ടെന്നും, ഡൽഹിയിലെ ചുവന്ന തെരുവിലും ഇതുപോലെ 500-ലധികമുണ്ടെന്നും, ബാക്കിയൊക്കെ വിദേശത്തേക്ക് കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് കേരളത്തിൽ മാത്രം വന്ന ഉമ്മമാരിൽ നിന്നും കിട്ടിയത്. അവർക്ക് വേണ്ടി ആരും പൊട്ടിക്കരഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി അവരെ രക്ഷിതാക്കൾ അന്വേഷിച്ചിട്ടില്ല, ഭർത്താവ് അന്വേഷിച്ചിട്ടില്ല. പാവം പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളൊക്കെ കിണറ്റിലിട്ടിട്ടാ പോയിട്ടുള്ളത്. പോട്ടെ, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഇതൊക്കെ പറയുന്നത് തെളിവുകൾ സഹിതാണ്. ഇനി ഒരു ദുരന്തം വരാതിരിക്കാൻ എന്ത് ചെയ്യണം? അതിനാണ് ഇന്നത്തെ ക്ലാസ്. ഞാൻ ക്ലാസിന്റെ ആമുഖം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഇതൊന്ന് മുഴുവൻ ഇവിടെ പറയില്ല കേട്ടോ. കാരണം ഒരു അരമണിക്കൂർ കൊണ്ട് നിർത്തും. കാരണം വളരെ വൈകിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഒരുപാട് സമയം ഇരുത്താൻ പാടില്ല. അതുകൊണ്ട് വളരെ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അവസാനിപ്പിക്കും. എന്താണ് ഇതൊക്കെ സംഭവിച്ചത്? എന്താണ് ഇതിനൊരു പോംവഴി? അതിന്റെ ഒരു സൊല്യൂഷൻ, ഒരു പ്രതിവിധിയും കൂടി പറഞ്ഞ് ഞാൻ എന്റെ അടുത്ത സ്ലൈഡുകളെ കാണിക്കും. വളരെ ഈസിയാ. ഈ അമ്മമാരായത് നേരത്തെ മക്കളായിരുന്നു. ആ മക്കൾക്കും കുറെ അമ്മയും ഉമ്മയും ഉണ്ടായിരുന്നു, അല്ലേ? ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്റെ ഉമ്മ എന്നെ സ്നേഹിച്ചത് എനിക്ക് ഓർമ്മയില്ല.
എന്റെ ഉമ്മ എനിക്ക് അമ്മിഞ്ഞ പാല് തന്ന് താരാട്ട് പാട്ട് പാടി ഉറക്കി എന്റെ ഉമ്മയുടെ മടിയിൽ ഞാൻ മലമൂത്ര വിസർജനം നടത്തി പാതിര നേരത്ത് പാവം ഉമ്മ ഉണർന്ന് വീണ്ടും എന്നെ കഴുകി വൃത്തിയാക്കി ഒരു വെളുത്ത മുണ്ട് വിരിച്ചെന്നെ വീണ്ടും ഉറക്കി അതിൽ വീണ്ടും ഞാൻ മലമൂത്ര വിസർജനം നടത്തി. എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവുമെന്ന് തോന്നണില്ല. ഉണ്ടാവില്ല. അതിന്റെ പേരാണ് സ്നേഹം. അത് ഉമ്മ വേണ്ടുവോളം മക്കൾക്ക്, അമ്മ മാതാവും പിതാവും വേണ്ടുവോളം മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓർമ്മ തൊട്ട നാള് മുതൽ 5ാമത്തെ വയസ്സ് മുതൽ അഥവാ 1ാം ക്ലാസ് തൊട്ട് ഉമ്മയും ഉപ്പയും മക്കളെ സ്നേഹിക്കുന്നത് പകരം മക്കളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രേ, സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സമ്മതിക്കൂലട്ടോ. അവിടെ ഇരിക്കണ കാരണവരൊക്കെ അപ്പൊ എന്താ ഇയാൾ ഈ പറയുന്ന മക്കളെ സ്നേഹിക്കുന്നില്ല എന്നാ ഈ പറയുന്നത്? 1 മുതൽ 5 വരെ വയസ്സിൽ സ്നേഹിച്ചിട്ടുണ്ട്, നന്നായി സ്നേഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയില്ല, എനിക്ക് ഓർമ്മയില്ല, ചെയ്തിട്ടുണ്ട്, ഉറപ്പാണ്. അത് മുതൽ പിന്നെ ഇല്ല, നിർത്തി. 1ാം ക്ലാസ്സിൽ പോയപ്പോ നിർത്തി, 2ൽ പോയപ്പോ നിർത്തി, 3ൽ അപ്പം നിർത്തി. ആദ്യം പറഞ്ഞ് ഹായ് എന്റെ മോളെ കരളെ കഷ്ണമേ അറിഞ്ഞ്, 2ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഹായ് മോളെ അറിഞ്ഞ്, 3ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഹായ് എന്ന് പറഞ്ഞ്, 4ാം ക്ലാസ്സിലെത്തിയ എന്ന് പറഞ്ഞു, 5ലെത്തിയ പോടി അങ്ങടി ഇങ്ങനത്തോടി കിട്ടി കിട്ടി കിട്ടി. അപ്പൊ ഈ സാധനമൊക്കെ മാറി. പെൺകുട്ടികൾ ഇപ്പോൾ സദസ്സിലുണ്ടാവും, അവർക്ക് മനസ്സിലാവും. എന്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്റെ കഥ ഞാൻ അവസാനം പറഞ്ഞു തരും. വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ മൈക്കിന്റെ മുമ്പിൽ നിന്ന് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് കാണിച്ചു തന്നത് മാത്രമേ ഇവിടെ ഞാൻ പറയുള്ളൂ, വേറെ ഒന്നും പറയില്ല. അത് ഇൻഷാ അല്ലാഹ് അവസാനം പറയും. അപ്പൊ 2ാം ക്ലാസ്സിലെത്തി, 3ാം ക്ലാസ്സിലെത്തി മിണ്ടുന്നില്ല, 5ാം ക്ലാസ്സിലെത്തി മിണ്ടുന്നില്ല. എന്റെ കുട്ടിയാണെന്ന് പറയില്ല, ഒരു ഹാൻഡ് ഷേക്ക് ഇല്ല, ഒരു കൈ കൊടുക്കൂല. നീ മിടുക്കിയാണടി, നീ അങ്ങനത്തെ പറയില്ല. മക്കൾക്ക് വേണ്ടി ഒപ്പം ഇരുന്ന് കൊണ്ട് ഒരു പ്രാർത്ഥന, ഒരു ദുആ ഇല്ല. സീരിയലാണ്, പോയി, അതും പോയി. അതിനൊന്നും ഉമ്മക്ക് നേരമില്ല. ഉമ്മ നിസ്കരിക്കുന്നുണ്ടാവും, നോമ്പ് വെക്കുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഓതുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കുഞ്ഞു മക്കൾക്ക് വേണ്ടി തന്റെ തോളിൽ പിടിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുമോൻ നല്ല കുട്ടിയാക്കി വളരണം കേട്ടോ എന്നും പറഞ്ഞ് ഓരോ ദിവസവും എന്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും ഉമ്മയുടെയും ഉപ്പയുടെയും കൈകൾ എന്റെ മുടിന്റെ ഇടയിലൂടെ അങ്ങ് ഇട്ട് കയറ്റി വച്ചിട്ട് എന്നോട് പറയും എന്റെ കുട്ടിക്കും വരും നല്ലൊരു ദിവസം എന്നും പറഞ്ഞ് അങ്ങ് കരയും. കാരണം വീട്ടിൽ പട്ടിണിയായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ഒരു നേരത്തെ ആഹാരം പോലും വയറു നിറയെ തിന്നാനില്ലാത്തതുകൊണ്ട് അയൽപ്പക്കത്ത് പോയി കൈ കാണിച്ചിട്ടുണ്ട്, ഇരന്നിട്ടുണ്ട്. ഞാൻ പച്ചക്ക് പറയും, ഇന്ന് എനിക്കൊന്നും കണക്കാക്കണ്ട. ആ സമയത്ത് എന്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും മറന്നിട്ടില്ല. പാതിര നേരത്ത് 4 മണിക്ക് ഉണർന്നുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച എന്റെ പ്രിയപ്പെട്ട പിതാവ് 4 ജുസ് അങ്ങ് ഓതിക്കഴിഞ്ഞിട്ട് അങ്ങ് പൊട്ടിക്കരയും. ആ പൊട്ടിക്കരച്ചിലിന്റെ ഒച്ച കേട്ടാ ഞാൻ സുബഹിക്ക് ഉണരാറുള്ളത്. എനിക്ക് വെറും 9 വയസ്സ് 8 വയസ്സ് ആ സമയത്ത്. എന്നിട്ട് എന്റെ പിതാവ് ചോദിക്കും, എന്തായാലും നീ ഒന്നിലടാ സുബഹി നിസ്കരിച്ചോ. ഇന്ന് എത്ര പിതാക്കന്മാർ ഇന്ന് വീട്ടിൽ മക്കളോട് ഇത് പറയുന്നുണ്ട്? എന്റെ ഉപ്പനോട് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങ് ഓത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ദുആ ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ട പിതാവ്. പടച്ചവനെ, എന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ആഹാരം കൊടുക്കാൻ, അവരെ പട്ടിണി മാറ്റാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല റബ്ബേ. അവരെ പട്ടിണി നീ മാറ്റണേ, അവരിലൂടെ നീ മനുഷ്യരുടെ പട്ടിണി മാറ്റിക്കൊടുക്കണേ. പച്ച മലയാളത്തിൽ എന്റെ വാപ്പ എനിക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്നും കേൾക്കും, ഒരു ദിവസമല്ല. പ്രിയപ്പെട്ട മാതാവ് എന്റെ ഉമ്മ 1ാം ക്ലാസ് മുതൽ എന്റെ എത്രത്തോളം പഠിച്ചോ മരിക്കുന്നത് വരെ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കവിളിലും നെറ്റിയിലും ചുംബനങ്ങൾ തന്ന് ഒരു ഹാൻഡ് ഷേക്ക് തന്നിട്ട് പറയും, മോനെ നന്നായി പഠിച്ചു വാടാം. അത് 1ാം ക്ലാസ് കിട്ടി, 2ൽ കിട്ടി, 3ൽ കിട്ടി, 10 വരെ എനിക്ക് കിട്ടി, 10ാം ക്ലാസ് വരെ എനിക്ക് കിട്ടി. ആ ചുടു ചുംബനം ഒരു നേരവും എന്റെ പ്രിയപ്പെട്ട മാതാവിനെ കവിളിൽ ചുംബിക്കാത്ത ഒരു ദിവസവും ഉണ്ടായിട്ടില്ല. എനിക്ക് തിരിച്ചും അങ്ങോട്ടും. അതിന്റെ പേര് സ്നേഹം. ഞാൻ മറന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ ചോദിക്കുകയാണെന്ന് ഒരു ഉദാഹരണം ചോദിക്കുക. പ്രായം ചെന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 18ലും 10ലും പഠിക്കുന്ന കുട്ടികളെ, എത്ര കുട്ടികളെ രക്ഷിതാക്കൾ ഹാൻഡ് ഷേക്ക്, ഒരു ആലിംഗനം കൊടുത്തിട്ടുണ്ട്, ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഇന്ന് നിങ്ങളുടെ കണ്ണിന്ന് നിറയും. ഈ കഴിഞ്ഞ മാസം ഞാനൊരു ക്യാമ്പിന് പോയി. 10ാം ക്ലാസ്സുകാരുടെ ക്യാമ്പാ, പരീക്ഷക്കടുത്തിട്ട് പരീക്ഷയുടെ ഒരു കോച്ചിങ് ക്യാമ്പാ. ആ ക്യാമ്പിൽ 400 മക്കളുണ്ടായിരുന്നു. 200 പെൺകുട്ടികളും 200 ആൺകുട്ടികളും ഇരിക്കുന്ന അവിടേക്ക് പോയി എങ്ങനെ നന്നായി രക്ഷപ്പെടാം, 10A+ എങ്ങനെ വാങ്ങാം, അങ്ങനത്തെ ക്ലാസ് കൊടുക്കാനും പോകും. പിന്നെ രക്ഷിതാക്കളെ എങ്ങനെ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള ക്ലാസും കൊടുക്കും. അങ്ങനെ ഞാൻ ആദ്യം ആ കുഞ്ഞുങ്ങളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കുഞ്ഞുമക്കളെ, 10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വാർത്തയറിഞ്ഞപ്പോ പ്രിയപ്പെട്ട മാതാവിന്റെ ആലിംഗനം കിട്ടിയ, ഒരു ഹാൻഡ് ഷേക്ക് കിട്ടിയ, ഒരു മുത്തം നിങ്ങളുടെ കവിളിൽ തന്ന പൊന്നുമ്മയുണ്ടോ ഇന്ന് വീട്ടിൽ? നിങ്ങൾ കൈയൊന്ന് പൊന്തിക്കോ. 400 കുട്ടീന്റെ എത്ര എണ്ണം പൊന്തിട്ടുണ്ടാവും? ഇപ്പൊ ഒരു ഊഹം നിങ്ങളുടെ മനസ്സിൽ 400 കുട്ടിനോട് തന്നെ ചോദിച്ചു. 10ാം ക്ലാസ് ആണിനോടും പെണ്ണിനോടും
10ാം ക്ലാസ്സിലേക്ക് ജയിച്ച വാർത്തയറിഞ്ഞപ്പോൾ ഒരു ഹാൻഡ് ഷേക്ക്, ഒരു കൈ കൊടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മകളെ, എന്റെ പ്രിയപ്പെട്ട മകനെ, നീ നല്ല കുട്ടിയാണ്, കൺഗ്രാജുലേഷൻ, മിടുക്കി എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിച്ച ഒരു കിസ് കവിളിൽ തന്ന മുഞ്ഞു മക്കളെ നിങ്ങളുടെ ഉമ്മേന്റെ അടുത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ കൈയൊന്ന് പൊന്തിക്കോ? എത്ര പൊന്തിയിട്ടുണ്ടാവും? സുബ്ഹാനല്ലാഹ്, ഒറ്റൊന്നും പൊന്തില്ല. ഒരു കുട്ടിയുടെ കയ്യും പൊന്തില്ല. അപ്പുറത്തിരുന്ന കുറെ ഉമ്മമാര് ഛേ എന്ന് പറഞ്ഞ് തലങ്ങ് താഴ്ത്തി. കാരണം അവർ യാത്രയാക്കാൻ വന്നത്, അവിടേക്ക് കൊണ്ടുവന്ന് വന്നിട്ടുള്ള കുറെ ഉമ്മമാരുണ്ട്. ഉമ്മേനുള്ളൂ, അപ്പല്ല. അവരിങ്ങനെ തലി കൈ ഞാൻ കണ്ടു, ഇങ്ങനെ വെച്ച് ഒരു കുട്ടി കയ്യൊന്തിക്കായിട്ട്. അടുത്ത എന്റെ ചോദ്യം അതല്ലായിരുന്നു. ഈ സദസ്സിലേക്ക്, ഈ ക്യാമ്പിലേക്ക്, പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ യാത്രയാക്കുമ്പോൾ നിങ്ങളുടെ പൊന്നുമ്മ നിങ്ങൾക്കൊരു കൈ തന്നുകൊണ്ട്, പുറത്തൊന്ന് തട്ടിക്കൊട്ടിക്കൊണ്ട്, നിങ്ങളുടെ കവിളിലൊരു കിസ് തന്നുകൊണ്ട്, മോളെ മോനെ നീ പഠിച്ച് മിടുക്കനായി വാ കേട്ടോ, നല്ല കുട്ടിയായി വാ എന്നൊരു ഉപദേശം തന്ന, ഒരു ആലിംഗനം തന്ന കുഞ്ഞുമക്കളെ നിങ്ങളെ കൈയൊന്ന് പൊന്തിക്കോ? ഇപ്പൊ എത്ര പൊന്തിട്ടുണ്ടാവും? ഒന്നും പൊന്തില്ല. നേരല്ല എത്ര ഉമ്മാക്കും വാപ്പാക്കും ഇതിനൊന്നും. അടുക്കളയിൽ വലിയ തിരക്കാണ്. ടിവിന്റെ മുന്നിൽ അതിലേറെ തിരക്ക, വാട്സപ്പിലും ഫേസ്ബുക്കിലും അതിലേറെ തിരക്ക, അടുക്കളയിൽ പാചകത്തിനും മറ്റുള്ള വർക്കുമായിട്ട് ഒരുപാട് തിരക്ക. ഈ കാര്യം ശ്രദ്ധിക്കാൻ സമയമില്ല. പൈസ ഇങ്ങനെ കൊടുക്കും മക്കൾക്ക്, അതിന് നല്ല സമയമുണ്ട്. പണം ഇങ്ങനെ കൊടുക്കും, മൊബൈൽ കൊടുക്കും, മോട്ടോർ സൈക്കിളും കൊടുക്കും, ബുക്കും കൊടുക്കും, അതും കൊടുക്കും, ഭക്ഷണം കൊടുക്കും, ഒക്കെ കൊടുക്കും. കുട്ടിക്ക് വേണ്ടത് കൊടുക്കുന്നില്ല, വേണ്ടാത്തത് അങ്ങനെ കൊടുക്കും. ഞെട്ടിപ്പോയി ആ ചോദ്യം അങ്ങ് കേട്ടപ്പം. ആ വലത് സൈഡിലുള്ള ഒരു പെൺകുട്ടി അതാ തേങ്ങി തേങ്ങി കരയാ. ഇതുപോലെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുമ്പം ആ കുട്ടിയുടെ തേങ്ങൽ സൈലന്റായി, വളരെ വളരെ നിശബ്ദമായ ഒരു സദസ്സിൽ നിന്നും ഒരു കുട്ടിയുടെ തേങ്ങൽ ഇങ്ങനെ കേട്ടപ്പം ടീച്ചർമാരൊക്കെ ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി. ഞാനും അങ്ങ് ഇറങ്ങി, താഴോട്ടിറങ്ങി ആ കുഞ്ഞുമോളടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് ചോദിച്ചു, എന്താ കുഞ്ഞുമോളെ നീ കരയുന്നത്? ആ കുഞ്ഞ് തേങ്ങി തേങ്ങിക്കൊണ്ട് ചുണ്ട് വറക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞ വാക്ക്, മാഷേ എല്ലാ ദിവസവും എന്റെ പൊന്നുമ്മ എനിക്ക് കിസ് തരാറുണ്ട്, മുത്തങ്ങൾ തരാറുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസമാണ് എന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയത്. അതിനുശേഷം എനിക്ക് ആ മുത്തം കിട്ടിയിട്ടില്ല. അതോർത്ത് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയതാ മാഷേ. കൊടുക്കുന്ന ഉമ്മ മരണപ്പെട്ടു പോയി. കൊടുക്കാത്ത 400 ഉമ്മമാർക്കൊരു കുഴപ്പമില്ല, അവർ വീട്ടിലുണ്ട്. പൊന്നാരന്റെ ഉമ്മമാരെ, പെങ്ങന്മാരെ, ആരാ പറഞ്ഞത് പ്രായപൂർത്തിയായ മക്കൾക്കൊരു കിസ് കൊടുത്താൽ പോലീസ് പിടിക്കോ? ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ കൊടുക്കരുതെന്ന്? അതിന്റെ പേരാണ് സ്നേഹം. അത് ഉമ്മ കൊടുക്കാതിരുന്നാൽ, ആ ഉമ്മ കൊടുക്കാതിരുന്നാൽ, ആ ഉപ്പ കൊടുക്കാതിരുന്നാൽ, 18 വയസ്സ് പ്രായപൂർത്തിയായി കഴിയുമ്പോ എന്റെ മോളെ ഇതുവരെ ഹാൻഡ്ഷേക്ക് കൊടുത്ത് നീ മിടുക്കിയാണ്, മിടുക്കനാണ്, നീ സുന്ദരനാണ്, സുന്ദരിയാണ്, നീ പഠിക്കുന്നവനാണ് എന്നൊരു വാക്കുകൾ അങ്ങ് പറയുന്നത് കുഞ്ഞു മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ, ഇതെല്ലാം പറയാൻ അപ്പുറത്തെ കാമുകൻ അയൽവാസിയായ മുസ്തഫയും അരവിന്ദനും ജോസഫും നമ്മുടെ കുഞ്ഞുമോൾക്ക് ഇതൊക്കെ കൊടുക്കാൻ കച്ചം പാർത്ത് കാത്തിരിക്കുകയാണ്, തക്കം പാർത്ത് കാത്തിരിക്കുക. ഒരു നാൾ 18 വയസ്സ് പൂർത്തിയായ കുഞ്ഞുമോളോട് ആ കാമുകൻ പറയും, നീ സുന്ദരിയാണെന്ന്, മിടുക്കിയാണ്, കൺഗ്രാജുലേഷൻ എന്നൊരു കയ്യങ്ങ് കൊടുക്കും. ആ കയ്യങ്ങ് കിട്ടിയാൽ മോളിങ്ങനെ വറക്കും. പിറ്റേ ദിവസം ഉറക്കു വരില്ല. രാത്രി നേരം പുലരുവോളം ആ ചെക്കൻ പറഞ്ഞ പറഞ്ഞ ആ വാക്കെന്താണ്? ഇതുവരെ ഉമ്മയിൽ നിന്നും കിട്ടാത്ത വാക്ക്, ഇതുവരെ തന്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത വാക്ക് കേട്ടപ്പം അവളുടെ ഉറക്ക് പോയി. പിറ്റേ ദിവസം അവൾ വീണ്ടും പോകും. ആ ഇടവക്കത്ത് കാത്തിരിക്കും. അതാ വരുന്നു തന്റെ കാമുകൻ. അതുവരെ കാമുകനല്ലായിരുന്നു, ഏതോ ഒരു അപരിചിതർ. അന്ന് തൊട്ട് കാമുകനാവുകയാണ്. വീണ്ടും കൊടുക്കും ഒരു ഹാൻഡ്ഷേക്ക്. എന്നിട്ട് മാറോടങ്ങ് ചേർത്ത് ഉമ്മ കൊടുക്കാത്ത ഉമ്മ, ആ ഉമ്മയിൽ നിന്നും കിട്ടാത്ത ഉമ്മ ഈ കാമുകൻ അങ്ങ് നമ്മുടെ പൊന്നുമോൾക്ക് അങ്ങ് കൊടുക്കുമ്പം അവളങ്ങ് വേടിച്ചു, അവളങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവിടെ ഉള്ളിലുള്ള ഹോർമോണൊക്കെ പുറത്തേക്ക് വരാൻ തുടങ്ങി. പിറ്റേ ദിവസം ഒരു ബൈക്കുമായി അവൻ ഒരു ഹോണടിച്ചാൽ മതി, തന്റെ പുറകിലേക്ക് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു കൊണ്ട് തന്റെ പെറ്റുമ്മയോട് ടാറ്റ പറഞ്ഞുകൊണ്ട് പോയി നേരെ പോകുന്നത് എവിടേക്കായിരിക്കും? ഉപ്പയും ഉമ്മയും അന്വേഷിച്ചു. അതാ പോയി നമ്മുടെ നേരത്തെ പറഞ്ഞ 664 പെൺകുട്ടികളെ കൂടെ അവളും പോയി. ഉമ്മ ചോദിക്കും, ഉമ്മ അന്വേഷിക്കും, അപ്പ അന്വേഷിക്കും. കേസായി, കോടതിയായി. ആ രക്ഷിതാക്കൾ പാവം കോടതി വരാന്തയിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരയും. ജഡ്ജ് ചോദിക്കും, വക്കീൽ ചോദിക്കും, ഈ കുഞ്ഞിനോട് ചോദിക്കും, എന്താ ചോദിക്കുക? നിന്നെ 18 വയസ്സ് വരെ പാലൂറ്റി പോറ്റി വളർത്തിയ നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പിതാവിന്റെ കൂടെ പോകണോ? ഇന്നലെ കേറി വന്ന ഈ കാമുകന്റെ കൂടെ പോകണോ എന്ന് പ്രിയപ്പെട്ട മക്കളോട് അങ്ങ് ചോദിക്കുമ്പോ മക്കൾ പറയുമെന്ത്?
എനിക്ക് രക്ഷ തന്ന, എന്നെ അംഗീകരിച്ച, എനിക്ക് ആലിംഗനം തന്ന, എനിക്ക് കിസ് തന്ന, എന്നെ പോറ്റി വളർത്താമെന്ന് ഗ്യാരണ്ടി തന്ന, എനിക്ക് എല്ലാ സംരക്ഷണവും വാഗ്ദാനം തന്ന, ഇന്നലെ കേറി വന്ന ആ കാമുകൻ മതി എനിക്കെന്റെ അച്ഛനെ വേണ്ട, ഉപ്പയെ വേണ്ട, രക്ഷിതാക്കളെ വേണ്ട എന്ന് പറഞ്ഞ് ടാറ്റ പറഞ്ഞുകൊണ്ട് മോട്ടോർ സൈക്കിളിൽ വീണ്ടും അവിടെ നിന്ന് ടാറ്റ പറഞ്ഞു പോകുന്ന രംഗം നിങ്ങളും ഞാനും കണ്ടിട്ടില്ലേ? കുഞ്ഞുമക്കളാണോ ഉത്തരവാദി? ഒരിക്കലും ഞാൻ ആ കുഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തൂല. 664 മക്കൾ നിരപരാധികളാണ്. ഒരിക്കലും ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതിന്റെ ഒക്കെ ഉത്തരവാദി നിങ്ങളും ഞാനുമാണ്, രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് രക്ഷിതാക്കളോട് തന്നെ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞുമക്കൾക്ക് എപ്പോഴെങ്കിലും പ്രായപൂർത്തിയായാലും അവർക്ക് ബുദ്ധി വെച്ച സമയത്ത് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഉപ്പ മറക്കണ്ട, ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കാൻ ഉമ്മ മറക്കണ്ട. കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്റെ കരളാണ്, എന്റെ മുത്താണ്, എന്റെ കണ്ണിന്റെ കഷ്ണമാ എന്ന് ആ കുഞ്ഞുമോളെ മുഖത്ത് നോക്കി അങ്ങ് പറയുമ്പോൾ അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകുന്നത് നമുക്ക് കാണാം. ഞാൻ കണ്ടതാണ് എന്റെ പ്രിയപ്പെട്ട മാതാവ് എനിക്ക് തന്നത്. അതുകൊണ്ടാ പറയുന്നത്. 10ാം ക്ലാസ് പരീക്ഷ ഫീസ് അടയ്ക്കാൻ കാശില്ലാത്തപ്പോഴല്ല, 30 കൊല്ലം മുമ്പത്തെ കഥയാ പറയുന്നത്. 32 കൊല്ലം കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാൻ കാശില്ലാത്ത സമയത്ത് എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ പട്ടിണിയാ, അതുകൊണ്ടാ 10 രൂപ ഇല്ലാതിരുന്നത്. എന്റെ പൊന്നുമ്മയോടാ സത്യം ഞാൻ പറഞ്ഞത്, ഉമ്മ എന്തു ചെയ്യും, എനിക്ക് പഠിക്കണല്ലോ. ഒന്നും വേണ്ട മോനെ, നീ കരയരുതടാ എന്ന് പറഞ്ഞ് എന്റെ കണ്ണ് തുടച്ചുകൊണ്ട് ഉമ്മയുടെ കറുത്ത തുണിയുടെ കോന്തലക്കെട്ട് അഴിച്ചതിന്നൊരു 10ന്റെ നോട്ട് എന്റെ കൈവെള്ളയിൽ വെച്ചിട്ട് പറഞ്ഞു, മോനെ തികയുമെങ്കിൽ ഫീസടക്കടാ എന്ന്. അതും ഫീസടച്ചു. പിറ്റേ ദിവസം എന്റെ ഉമ്മയുടെ മടിയിൽ വീണ്ടും ഞാൻ കുശലം പറഞ്ഞിരിക്കുമ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. വാവിലൂടെ നുരയും പതയും എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ വായിലൂടെ വരുന്നുണ്ട്. ശ്വാസം മുട്ടലിന് ആസ്മ രോഗിക്ക് മരുന്ന് കഴിക്കാൻ പ്രിയപ്പെട്ട വാപ്പ കൊടുത്ത, എന്റെ ഉപ്പ കൊടുത്ത 10ന്റെ നോട്ട എനിക്കെന്റെ ഉമ്മ ഫീസടക്കാൻ തന്നത്. അത് ഞാൻ അറിയാതെ വാങ്ങി അടച്ചുപോയി. 18 വയസ്സ് തികയാത്ത, ബുദ്ധി ഉറക്കാത്ത ഒരു കുഞ്ഞിനും മാതാവിന്റെ സ്നേഹം തിരിച്ചറിയൂല, പിതാവിന്റെ സ്നേഹം തിരിച്ചറിയൂല. അതിന് പ്രായപൂർത്തി പക്വത വരണം, അതിന് 20 വയസ്സ് തികയണം. അതുകൊണ്ട് 18 തികയുന്നതിന് മുമ്പ് 664 കുട്ടികൾ ഇവിടെ നിന്ന് ഒളിച്ചോടിയത്. അങ്ങനെ ഒളിച്ചോടിയ വിട്ടമ്മമാരാ വീണ്ടും ഒളിച്ചോടിയത്. ഈ ബുദ്ധി, ഈ ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടിയപ്പോത്തിന് സമയം വൈകിപ്പോയി. അന്ന് രാത്രി ഞാൻ വീട്ടിലേക്ക് വന്നപ്പം ഉമ്മയുടെ അവസ്ഥ വല്ലാത്ത അവസ്ഥയാ. കാരണം മരുന്ന് കഴിച്ചിട്ടില്ലായിരുന്നു അത്രേ. മരുന്നിന്റെ കാശ് ഞാൻ ഫീസടച്ചു അത്രേ. ഓടി എല്ലാവരും ഒരു മഞ്ചയിൽ കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും എന്റെ കണ്ണ് തുടച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവ് പറഞ്ഞു, കരയരുത് മോനെ, കരയരുത്, നീയെങ്കിലും പോയി രക്ഷപ്പെട്, മറ്റുള്ളവരെ പട്ടിണി മാറ്റാൻ മോനെ എന്നെ